സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയല്ലേ? ഇന്നിപ്പോ 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സ്വർണ്ണവില. വില ഇങ്ങനെ കുതിച്ചു വരുന്ന കാലത്ത് വഴിയിൽ കിടന്ന ഒരു സ്വർണ്ണാഭരണം കിട്ടിയാൽ നമ്മളൊക്കെ എന്താ ചെയ്യാം? അത് ഉടമയിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. പക്ഷേ സ്വർണം കയ്യിലെടുത്താൽ നമുക്ക് പിന്നെ പണിയാവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ശരിക്കും അത് ഉടമയുടെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള യഥാർത്ഥ ആഗ്രഹമെങ്കിൽ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കും. എന്നാൽ പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിനിയായ വീട്ടമ്മ 2 നാൾ കൈവശം വെച്ചു. അതിനുശേഷമാണ് ഇത് സ്വർണ്ണമാണോ അല്ലേ എന്നുള്ള ആശങ്കയൊക്കെ വന്നത്. തിരിച്ചറിയാനാകാത്തൊരു അവസ്ഥയിലായിരുന്നു അവരും. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പുതിയ ജീവിതം എന്താ പറയാൻ അറിയില്ല. വഴിയിൽ കിടന്ന താലിമാല കണ്ണിൽ കണ്ട ഉടനെ ജ്വല്ലറിയിൽ ഏൽപ്പിച്ച് മറ്റൊന്നും പറയാതെ പോയ വിദ്യാർത്ഥിനി. ഉടമ അഞ്ജലിയെ കണ്ടെത്തിയതിനു പിന്നാലെ മാതൃകയായി പ്രവർത്തിച്ച അദ്വൈതയെ തേടിപ്പിടിച്ച പോലീസ് മികവ്. വീണ്ടും ശ്രീലക്ഷ്മി ജ്വല്ലറി വാർത്തയുടെ ഭാഗമാവുകയാണ്. വീണ്ടും ശ്രീലക്ഷ്മി ജ്വല്ലറിയിലാണ് കൃത്യം 2 മാസങ്ങൾക്ക് ശേഷം. ഇക്കുറി കിട്ടിയത് അളവിൽ അല്പം കൂടി ഉണ്ടല്ലേ? 5 മണിയോടുകൂടി ഒരു സ്ത്രീയും അമ്മയും മകളും കൂടെ കടയിൽ കയറി വന്ന് ഒരു സ്വർണ്ണ ഉരുപ്പടി കൊണ്ട് തന്നു. ഇത് റോഡിൽ കിടന്ന് കിട്ടിയതാണ്, നിങ്ങളുടെ കടയുടെ സമീപത്ത് കിടന്ന് കിട്ടിയതാണ്. അവരുടെ നിർബന്ധിച്ച് അവരുടെ അഡ്രസ്സ് വാങ്ങിച്ച് ചോദിച്ചു. അത് സാധനം ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഈ ഇന്നത്തെ ഒരു വിപണി വില കണക്കിലെടുക്കുമ്പോൾ എത്ര രൂപയുടെ ഉരുപ്പടി ഉണ്ടത്? ഏകദേശം 5,30,000 രൂപയോളം വില മതിക്കുന്ന സാധനമാണ്. കോഴഞ്ചേരി പാലം നിൽക്കുന്നതിൽ മേപ്പുറത്ത് ശ്രീലത ഇലന്തൂർ ബീഡ് സെന്ററിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. ചേച്ചിയാണ് ഇന്നലെ ഈ സ്വർണമെന്ന് കരുതിയ ആഭരണം ജ്വല്ലറി കൊണ്ട് കൊടുത്തത്. എവിടുന്ന് കിട്ടിയതായിരുന്നു? അതെൻ്റെ ഭർത്താവിന് കോഴഞ്ചേരി പൊയ്യാൽ ജംഗ്ഷൻ്റെ അവിടുന്ന് മീൻ മേടിക്കാനായിട്ട് പോകാൻ നേരത്ത് മീൻ മേടിച്ച് കൂടെ തിരിയുമ്പോൾ ഒരു തിളക്കം പോലെ കണ്ടു. അന്നേരം എടുത്ത് അന്ന് കളയാൻ തോന്നിയ പിന്നെ വീട്ടിൽ കൊണ്ട് ഞങ്ങളെ അന്ന് കാണിച്ചേക്കാന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന കടയിൽ കൊണ്ട് ചോദിച്ചു ഇത് സ്വർണ്ണമാണോ ഇല്ലേന്ന് അറിയത്തില്ല, ആണെങ്കിൽ നമുക്ക് പോലീസിൽ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ അവരാ നോക്കിയാൽ പറയുന്നത് അത് സ്വർണ്ണമാണ്, 38 അങ്ങനെ ഗ്രാം പറഞ്ഞു. അപ്പം ഞാൻ പറയൂ അത് എനിക്ക് അറിയത്തില്ല, അതിൻ്റെ തുക പറയാം. അന്നേരം പറഞ്ഞു 4 പവനോളം വരും എന്ന് പറഞ്ഞു ചേച്ചിന്ന് പറഞ്ഞു. പേടിച്ച് പോകുമായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ. അന്നേരം അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം. ഞങ്ങൾക്ക് പേടിയായിപ്പോയി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരുടെയും കട്ടുമോട്ടിച്ചൊന്നുമല്ല, ഇത് ഇവിടെ തന്നെ കൊടുത്തേക്കാം. അപ്പം ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ അന്നേരം വണ്ടിക്കൂലിക്ക് എടുക്കാൻ പൈസയില്ല. കൊച്ചിനോട് ചോദിച്ച് മോളെ കൂടെ വിളിച്ചോണ്ടാവൻ എൻ്റെ വില ഉണ്ടോ എന്ന് ചോദിച്ചാൽ. ഇളയ മകൾ അഞ്ജതയെ ഒപ്പം കൂട്ടിയാണ് ശ്രീലത തിങ്കളാഴ്ച വൈകുന്നേരം ജ്വല്ലറിയിലെത്തിയത്. മുക്കുപണ്ടമെന്ന് കരുതി 2 നാൾ കൈവശം സൂക്ഷിച്ച മുതലിന് 5 ലക്ഷത്തിലധികം രൂപയുടെ വിലയുണ്ട് എന്നത് ഞെട്ടലോടെയാണ് കുടുംബാംഗങ്ങളും കേട്ടത്. ജ്വല്ലറിയിൽ ആഭരണം ഏൽപ്പിക്കും മുൻപ് ശ്രീലത താൻ ജോലി ചെയ്യുന്ന ഇലന്തൂർ ബിഎഡ് സെന്ററിലെ അധ്യാപികയെ അത് കാണിച്ചിരുന്നു. ഒറ്റനോട്ടത്തിൽ അവഗണിച്ച ശ്രീജി സദൻ പറ്റിയാൽ ജ്വല്ലറിയിൽ ഒന്ന് കാണിക്കാൻ നിർദ്ദേശിച്ച് വിഷയം വിട്ടു. അതാണ് നിർണായകമായതും. നല്ല ഉപയോഗിച്ച് പഴകിയ ഒരു ഗോൾഡിൻ്റെ ഇതാ തോന്നി. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത്രയും വെയിറ്റ് ഉള്ള സ്വർണ്ണമൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ജ്വല്ലറി കാണിക്കാൻ പറഞ്ഞു. ജ്വല്ലറി ഉടമ കൈമാറിയ സ്വർണ്ണ ഉരുപ്പടി ആറന്മുള പോലീസ് സൂക്ഷിച്ചിരിക്കുകയാണ്. സ്വർണ്ണാഭരണം നഷ്ടമായത് എവിടെയെന്നറിയാതെ വിഷമിക്കുന്ന ആൾ ഇത് കാണുന്ന പക്ഷം ആറന്മുള പോലീസുമായി ബന്ധപ്പെടണം. ഒറ്റും അടയാളവും കൃത്യമാണെന്ന് പോലീസ് ബുദ്ധിയിൽ തെളിയുന്ന പക്ഷം അത് മടക്കി കിട്ടും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്ത് നിഷ്കളങ്കതയോടെയാണ് അമ്മ സംസാരിക്കുന്നത്. എനിക്ക് മറ്റാരുടെയും സ്വർണ്ണം വേണ്ട, ഞാനത് തിരിച്ചു കൊടുത്തു എന്ന് വളരെ ധൈര്യത്തോടെ പറയുന്നുണ്ട്. അതേസമയം പറയുമ്പോൾ അവരുടെ കണ്ണും നിറയുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഉണ്ടാവേണ്ടത്. മറ്റാരുടെയും ഒരു മുതലും എനിക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, പൊന്നിന്റെ വില ഓരോ ദിവസവും ഇങ്ങനെ കൂടി വരികയാണ്. ഒരു തരി പൊന്ന് കളഞ്ഞു പോയാലുള്ള ആശങ്ക എത്രത്തോളം ആകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചിലർക്കൊന്നും തിരിച്ച് കിട്ടാറ് പോലും ഇല്ല, കളഞ്ഞാൽ പിന്നെ പോയത് തന്നെയാണ്. അപ്പോഴാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള ചില മനുഷ്യരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാതൃകയാകുന്നത്. അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ആ അമ്മ അവിടെ മാതൃകയായിരിക്കുകയാണ്. സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇലന്തൂർ ബിഎഡ് സെന്ററിലാണ് ശ്രീലത ജോലി ചെയ്യുന്നത്. ഇവരുടെ ഭർത്താവ് റജി ശനിയാഴ്ച വൈകുന്നേരം വീടിന് പുറത്തു പോയി മീൻ വാങ്ങി തിരികെ വരുന്ന വഴിയാണ് ഈ ആഭരണം കിട്ടുന്നത്. തിളക്കം തീരെ കുറവായിരുന്നു. അതിനാൽ തന്നെ ആദ്യം കിട്ടിയ വേളയിലും പിന്നീട് വീട്ടിലെത്തി വിശദമായി പരിശോധിച്ചപ്പോഴൊന്നും ഇത് സ്വർണ്ണമാണ് എന്നുള്ള ധാരണ റജിക്കോ പിന്നെ ഭാര്യയ്ക്കോ മകൾക്കോ ഒന്നും ഉണ്ടായില്ല. ഇത് കയ്യിലെടുത്ത് പരിശോധിച്ച ശേഷം മകൾ പറഞ്ഞത് പൂച്ചയുടെ കഴുത്തിൽ കെട്ടാൻ പറ്റിയ സാധനമാണ് എന്നുള്ളതാണ്. എന്നാലും ശ്രീലതയ്ക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇലന്തൂരിലേക്ക് പുറപ്പെടും മുൻപ് ബാഗിൽ ഈ സാധനം കരുതി വെച്ചു. അങ്ങനെ കോളേജിലെത്തിയപ്പോൾ
അധ്യാപിക ശ്രീജിയുമായി സംസാരിക്കുകയും ഇത് കൈമാറുകയുമാണ് ഉണ്ടായത്. ഉപയോഗിച്ച് ഏറെ കാലപ്പഴക്കം വന്നു എന്നതിനാൽ തന്നെ ഇതിൻ്റെ തിളക്കം കാര്യമായി കുറഞ്ഞിരുന്നു. അതുകൊണ്ട് അധ്യാപിക പരിശോധിച്ചപ്പോൾ അവർക്ക് ഇത് സ്വർണ്ണമാണ് എന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ പരിശോധനയ്ക്ക് കൊടുക്കൂ എന്ന് നിർദ്ദേശിച്ച് അവർ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഉണ്ടായത്. വൈകുന്നേരം മകളെ കൂട്ടി ശ്രീലത ജ്വല്ലറിയിലെത്തി. പരിശോധിച്ചപ്പോഴാണ് ഇത് 38 ഗ്രാം തൂക്കമുള്ള 5,30,000 രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണമാണ് എന്ന് മനസ്സിലാക്കി. സത്യത്തിൽ ആ വിവരം കേട്ടപ്പോൾ മകളും അമ്മയും ഒരുപോലെ ഞെട്ടി. മാത്രമല്ല ഞെട്ടിയതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് ഉടമ അനിൽകുമാർ പറഞ്ഞതോടുകൂടി അവർ തീർത്തും ഭയചകിതരാകുന്ന സ്ഥിതിയുണ്ടായി. കാരണം രണ്ടുണ്ട്. ഒന്ന്, ജനമൈത്രി പോലീസ് എന്ന് പേര് പറയുമ്പോഴും പലയിടങ്ങളിൽ നിന്നും ഭിന്നമായ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാമത് ആറന്മുള പോയി തിരികെ വീട്ടിലേക്ക് എത്താനുള്ള വണ്ടിക്കൂലി അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സമയം അവരുടെ ബാഗിൽ അവശേഷിച്ചത് കേവലം 7 രൂപ മാത്രമായിരുന്നു. ചുരുക്കത്തിൽ അനിൽകുമാറിനെ വിശ്വാസം അർപ്പിച്ച് ഇത് ഉടമയുടെ കയ്യിലെത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശ്രീലതയും മകളോട് നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അനിൽകുമാർ അത് ആറന്മുള പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരി, കൃത്യസമയത്ത് തന്നെ എന്തായാലും ആ സ്വർണം തിരിച്ചേൽപ്പിച്ചു. നമുക്ക് വണ്ടിക്കൂലി പോലും എടുക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റാരുടെയും മുതൽ എനിക്ക് വേണ്ട, കൃത്യമായി അത് ആരുടെ ഉടമസ്ഥതയിലാണോ അതുള്ളത് അവർക്ക് തന്നെ അത് തിരിച്ചേൽപ്പിക്കണം എന്നുള്ള ആ ഒരു മനസ്സുണ്ട്. മറ്റാരുടെയും മുതൽ എനിക്ക് വേണ്ട എന്നതിൽ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായമ്മ. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത്.